നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. കേട്ടില്ല, എത്ര? 170. അതും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയും. അഞ്ചൽ അറിയാമല്ലോ, നമ്മൾ ഏകദേശം ഇവിടുന്ന് കുളത്തൂപ്പുഴ പോണ റൂട്ട്. അഞ്ചലിൽ നിന്ന് നമ്മളെ ഷോപ്പ് വരുന്ന അഞ്ചലിൽ നിന്നും നമ്മളെ സെൻറ്റ് ജോസഫ് കോളേജാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്. കോളേജിൻ്റെ അവിടെ ഒരു 50 മീറ്റർ. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഷോപ്പിൻ്റെ ഓണറും എല്ലാം നമുക്ക് ഷമീറാക്കടെ തന്നെ ചോദിക്കാം. അപ്പോൾ നമ്മളെ ഷോപ്പ് കറക്റ്റായിട്ട് അവിടെ വരും. നമ്മുടെ ഷോപ്പ് കറക്റ്റായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കൈതാടി എന്നാണ്. അതായത് സെൻറ്റ് ജോൺസ് കോളേജാണ് നിയർ ബൈ ഉള്ളത്, ലാൻഡ്മാർക്കായിട്ട്. അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് ടാറ്റയുടെ ഷോറൂമുണ്ട്, ലെക്സോണിൻ്റെ ഷോറൂം. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ മാരുതിയുടെ സർവീസ് സെൻ്റർ ഉണ്ട്, പോപ്പുലറിൻ്റെ. അതെ. അതായത് 5 കോളേജിൽ നിന്ന് 50 മീറ്റർ. അത് കുളത്തൂപ്പുഴ പോകണം. ഈ സ്ഥലത്തിൻ്റെ പേര് കൈതാടിയാണ്. ഫിനാൻസ് സൗകര്യം നമുക്ക് 2010 ശേഷമുള്ള എല്ലാ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2010 ശേഷമുള്ള വണ്ടിക്കെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നോവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2008, 2009 അതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാണ്ട് നമ്മളുമായിട്ട് ടൈപ്പുള്ള ഏതാണ്ട് 15ഓളം ബാങ്കുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ മാച്ച് ആവുന്നത് ഏതാ ബാങ്കാണെന്ന് വെച്ചാൽ ഒന്നുകിൽ കസ്റ്റമർ പറയുന്ന ബാങ്ക് നമ്മൾ ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് ആപ്റ്റ് ആവുന്ന ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മളവർ. ഇത് 2012 മോഡൽ മാറ്റിനെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. 2012 ഇയോൺ. ഇത് ഓടിക്കുന്ന 53,000 കിലോമീറ്റർ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. മേജറായിട്ടുള്ള ആക്സിഡൻസോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. മാഗ്ന പ്ലസ് ആണ്. അതെ, മാഗ്ന പ്ലസിനകത്ത് എക്സ്ട്രാ വരുന്ന ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ. അതെ, AC പവർ സ്റ്റിയറിംഗ്. ഇത് എത്ര കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ട്? കിലോമീറ്റർ ഓടിക്കുന്നത് 53,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. ഇത് കമ്പനി സർവീസ് നിലവിലുള്ള വണ്ടിയാണ്. നിലവിലുള്ള ടയർ എത്ര ഉണ്ടോ? ടയർ എത്ര? രണ്ട് മുട്ടൻ ടയർ. ജാക്ക് ഒരു 70% ടയർ. നമ്മൾ മോഡൽ പറഞ്ഞില്ല. 2012 മോഡൽ. ഇത് ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് ഉള്ള വണ്ടിയാണ്. അതായത് 52,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിൻ്റെതായ 2012 മാഗ്ന പ്ലസ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,70,000 രൂപ. 170. അതും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഫിനാൻസ് അവൈലബിൾ. അതുകൊണ്ട് 1,1,4 ഫിനാൻസ്. 1,1,4 ഫിനാൻസ്. അത് ടോക്കൺ ഏകദേശം മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ പേര്. അല്ല, ടോക്കൺ ആയ വണ്ടി ഇല്ലല്ലോ. ടോക്കൺ ആയിട്ടില്ല. 2003 മോഡൽ മാരുതി എണ്ണൂറാണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്, പാസിംഗ് കഴിഞ്ഞാണ്. 2028 വരെ പേപ്പറുള്ള വണ്ടിയാണ്. അത് ഫാൻസി നമ്പറാണ്. 00. അതെ. AC ഇല്ല, നോൺ AC ആണ്. 2003 വണ്ടി, 28 വരെ പേപ്പറെല്ലാം ക്ലിയർ. ഇൻഷുറൻസ് ഉണ്ട്. ടയർ ഭാഗങ്ങളും നിലവിൽ ഏകദേശം ഒരു 80% ടയറും ഉണ്ട്. നല്ല നീറ്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. നല്ല ബോഡിയിൽ നല്ല വർക്കുകളും ചെയ്യാത്ത ബോഡിയാണ്. നല്ല ഷേപ്പുള്ള ബോഡി. അതായത് വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും. സീറ്റോരൊക്കെ പുതിയ സീറ്റാണ്. അതാണ് സ്റ്റെപ്പിന് ടയറും അതാണ്. നല്ല തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടുമില്ല. നല്ല നീറ്റായിട്ട്. സ്റ്റീരിയോ വർക്ക് തന്നെയാണ്. ബ്ലൂടൂത്തുള്ള സ്റ്റീരിയോ. 69,000 കിലോമീറ്റർ ജനു. വണ്ടി നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. കേട്ടില്ല, എത്ര? 55 രൂപ ഈ കണ്ടീഷൻ. അതെ. ഇത് ഒരു ഹൈ ക്വാളിറ്റി സ്വിഫ്റ്റ് ആണ്. 2014 വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്നത് 40,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ടയർ ഭാഗങ്ങളാണ്. ടയർ ഭാഗമെല്ലാം പുത്തണ്ടായിരുന്നു. ഇന്റീരിയർ നല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ജനലി. ഇത് 2014 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പക്ഷേ മേജറായിട്ടുള്ള ആക്സിഡൻസോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്ര ഓടിയതായിട്ട് കാണിക്കുന്നത്. അത്ര ഓടിയതായിട്ട് സർവീസ് കമ്പനി സർവീസ്. ഈ സീറ്റർ അടിച്ചതാണ്. അതാ? അതെ. എക്സ്ട്രാ ഫിറ്റ് ചെയ്തത്. 430 ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും. പക്ഷേ ആ മണം പോലും ഉണ്ട് കേട്ടോ. ഇപ്പോഴും മണം പോലും ഉണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമറും ഉണ്ട്. 430.
പെട്രോൾ വേരിയൻ്റ് ആണ് VX എന്ന് പറയുന്നത്. പെട്രോൾ സ്റ്റീരിയോ സെൻട്രലോട്ട് ബോർഡിലാകുമ്പോൾ ഇതെല്ലാം റിവേഴ്സ് ക്യാമറ. അതെല്ലാം ആണ് ഇത്. അങ്ങനെ ഒരു വാഗനാർ VX കിടപ്പുണ്ട്. 2011 മോഡലാണ്. അതെ 2011 വണ്ടി നല്ല എല്ലാതും നല്ല രസമുണ്ട് കേട്ടോ. വണ്ടിയെല്ലാം നല്ല ആ ഒരു ഫീലുണ്ട്. വേറെ സീറ്റ് കവറോ ഒന്നും വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സെയിം നമ്മളെല്ലാം റീഫർബ് ചെയ്തിട്ടാണ് വണ്ടി ഇവിടെ സെയിൽ വർക്കിംഗ് ചെയ്ത് നിലവിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അതായത് VX എന്ന് പറഞ്ഞാൽ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, റിയർ വൈപ്പർ, ഡിഫോർഗർ ഇതെല്ലാം വരും. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് വില പറയാൻ പറ്റത്തില്ല. അതെ അത് ടോക്കണായി കിടക്കുന്നു. ടോക്കണായി കിടക്കുക വണ്ടി ഏകദേശം 10. അതാണ് നമുക്ക് വില പറയാൻ. ഒരു പച്ച കിളിക്കുഞ്ഞ് വണ്ടി കിടക്കി ഏകദേശം ഷെവർലെ ബീറ്റ്. ഇത് ഏത് മോഡലാണ്? അതെ അത് 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി. വെറും 52,000 കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട്. അതും പെട്രോളാണ്. പെട്രോളാണ് വരുന്നത്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് വളരെ കുറവാണ് പെട്രോൾ വേരിയന്റിന്. ഡീകംപ്രഷൻ വരത്തില്ല. അതെ 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 ഡീസൽ വണ്ടി അപേക്ഷിച്ച് പെട്രോൾ വണ്ടിക്ക് മെയിനൻസ് വളരെ കുറവാണ്. എണ്ണ അടിക്കുക ഓടും. മൈലേജ് ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്. 15-16 മൈലേജ് കിട്ടും. അതിന് പെട്രോൾ ആയതുകൊണ്ട്. അതെ അതെ ഇത് ഏറ്റവും ടോപ്പാണ്. LT ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, അതെ റിയർ വൈപ്പർ, എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അത് ബീറ്റ് കിട്ടാവുന്ന വെച്ച് ഏറ്റവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് കസ്റ്റമർ. വണ്ടി സർവീസ് ഹിസ്റ്ററി കാണും. ഹിസ്റ്ററി രീതിയിലാണ് സർവീസ് ചെയ്യുന്നത്. 2011 2011 രജിസ്ട്രേഷൻ. മാനുഫാക്ചറിംഗ് 11 രജിസ്ട്രേഷൻ. അപ്പം നമ്മളെ ടയർ ഭാഗങ്ങൾ എത്ര ഉണ്ടോ? ടയർ ഏകദേശം ഒരു 50% ഉള്ളു. ഫ്രണ്ട് 2 പുത്തൻ ടയറും ബാക്ക് ഒരു 50% ടയറേ ഉള്ളൂ. കൊള്ളാം. ഏകദേശം സെൻട്രൽ ലോക്ക് ഉള്ള മോഡലാണല്ലേ? സെൻട്രൽ ലോക്ക് ഉള്ള സർവീസ് ബുക്കും 2 ചാവി അവൈലബിൾ ആണ്. നല്ല നീറ്റായിട്ടിരിക്കുന്നതാണ്. സാധനം ഇത്രയും കണ്ടീഷനുള്ള ബീറ്റ് കിട്ടാൻ പാടാണ്. കാരണം ബീറ്റ് ഓക്കെ നമ്മൾ ഷോറൂം നിർത്തിപ്പോയി എന്നൊരു അല്ലാതെ വണ്ടി നല്ല നീറ്റായിട്ട് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി വേറെ ഒന്നുമില്ല. അപ്രോണൊക്കെ പൊട്ടാതല്ല. പക്ഷേ ഇത്രയും നീറ്റ്. അതെ അതായത് കസ്റ്റമർ ഓരോ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും എൻ്റെ വണ്ടിയുടെ ഒരു നീറ്റായിട്ട് ഉണ്ടാക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കുറവാണ് പെട്രോൾ വണ്ടിക്ക്. അതല്ല വളരെ കംപ്ലൈൻറ്റ് കുറവാണ്. നമ്മളെ കമ്പനി നിലവിലില്ലാതെ ആയിപ്പോയല്ലോ. അതായത് നമ്മളെ ഷെവർലെ നിർത്തി പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും. അതെ അല്ല ഇപ്പോഴും പയ്യന്മാർക്കിടയിലൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള മോഡലാണ് ബീറ്റ്. നമുക്കൊരു ഓൾട്രേഷൻ ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ എല്ലാം പറ്റുന്ന ഓപ്ഷനുള്ള വണ്ടിയാണ്. ചെറിയ രീതിക്കല്ല നല്ല രീതിക്ക് തന്നെ മോഡിഫിക്കേഷൻ. അതെ 140 അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. അതെ അതെ നമ്മളെ നിർബന്ധം എല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. അതെ അതെ കാരണം എനിക്കൊന്ന് ബീറ്റ് 60-45 കിട്ടും തൊട്ടേ കിട്ടും. പക്ഷേ പ്രശ്നം വണ്ടി ക്വാളിറ്റി കാര്യങ്ങൾ വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള വണ്ടിക്ക് ആ രീതിയിലുള്ള ക്വാളിറ്റി കാണും. അതെ കാരണം സർവീസ് ബുക്ക് കാര്യങ്ങൾ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി വേറെ ഒരു ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളാരും ചെയ്ത് കളിക്കേണ്ടി വരും. ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല. അതാണ് മിക്കുള്ളവർക്കും പറ്റുന്നതാണ്. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയായിട്ട് വേറെ ഒരു ഉത്തരവാദിത്വം നമ്മൾ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കും ഏത് രീതിയിലായി. അത് മാത്രമല്ല ഏകദേശം നമ്മൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഏകദേശം 10-200. അതെ 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 എല്ലാ കസ്റ്റമറും കംപ്ലൈൻ്റ് ഒന്നും അധികം ഇല്ലാത്ത കസ്റ്റമറാണ് കൂടുതൽ. നമ്മൾ പഴയ വണ്ടിയാകുമ്പോൾ ചെറിയ രീതിയിൽ കംപ്ലൈൻറ്റ് വരും. പക്ഷേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും. വാറണ്ടി എത്ര മാസം? നമ്മൾ പിന്നെ ഒരു ചെക്കിംഗ് വാറണ്ടി 7 ദിവസം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു എഞ്ചിന് ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള വാറണ്ടി കൊടുക്കും. അതെ വിശ്വസിച്ചെടുക്കാം. അതെ അതെ. പിന്നെ മാരുതിയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി നമുക്ക് നിയർ ബൈ തന്നെ കിട്ടും. അതായത് നമ്മുടെ പോർട്ടുഗലിൻ്റെ സർവീസ് സെൻ്ററാണ് ഓതറൈസ്ഡ്. നമുക്ക് കസ്റ്റമറിനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതാണ് വേറൊരു ഹൈലൈറ്റ്. 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഓട്ടോമാറ്റിക്കാണ്. 34,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തേക്കുന്നത്. 34,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കമ്പനി സർവീസ് കിലോമീറ്ററും കറക്റ്റായിട്ട് എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. അത് സിംഗിൾ എയർ ബാഗ്. സിംഗിൾ എയർ ബാഗ്.
AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിൻ്റെ എയർ ബാഗ്, ഇൻബിൽഡ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. അതാ കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഇണങ്ങി ഇരിക്കുകയാണ്. അതെ ഇത് സർവീസ് ബുക്കും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 2 ചാവി സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ. സർവീസ് ബുക്ക് കാര്യങ്ങൾ 2 ചാവി എല്ലാം അവൈലബിൾ. ഇത് KL ഏതാണ്? ഇത് KL 22 ആണ്. അപ്പോൾ അതും ന്യൂ ഷേപ്പ് ആണല്ലോ. അതെ ന്യൂ ഷേപ്പാണ്. DR വരുന്ന മോഡലാണ്. ന്യൂ ഷേപ്പ് വണ്ടി. അതെ ഓട്ടോമാറ്റിക്കാണ്. ലാസ്റ്റ് പ്രൈസ് 435. എത്ര? 435. 435. നമുക്ക് ഒരു 3.25 ലോണും ചെയ്യാൻ പറ്റും. 3.25 ലോണും ചെയ്യാം. 3.25. ആൾട്ടോ LX. ഇത് 2008 വണ്ടിയാണ്. റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. 28 വരെ പേപ്പർ എടുക്കാൻ പെട്രോൾ അടിക്കാൻ ഓടുക. ടയറും പുതിയ ടയറാണ്. അത് ശരിയാണ്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും പുതിയ. 4 ടയറും പുതിയ. ഇന്ത്യയിലൊക്കെ നീറ്റാണ് ക്ലീനാണ്. 2008-ൻ്റെതായ അപാകത നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇതെല്ലാം ബോഡി പോളിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്. റിന്യൂവൽ കഴിഞ്ഞുകൊണ്ടെല്ലാം ക്ലിയറാണ്. വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടുമില്ല. വണ്ടി ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അതായത് 2008 മോഡൽ. ഫാമിലിക്ക് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. LX ആകുമ്പോഴത്തേനും AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ പവർ വിൻഡോ ഇല്ല സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതും നല്ല തട്ടലോ മുട്ടലോ ഒന്നും വണ്ടി ഒരു ഉരവ് പോലും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഷോറൂമിൽ കിടക്കുന്ന പോലെ തന്നെ ഉണ്ട്. വേറെ ഓരോ കാര്യങ്ങളോ അല്ല, വണ്ടി ടെസ്റ്റ് അത് അത്രത്തോളം നല്ലതായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പണി ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വില എങ്ങനെയാണ്? 1.35. അതെ, ആസ്കിംഗ് പ്രൈസ് ആണ്. ബാക്കി നമുക്ക് നേരി ഷോപ്പിൽ വന്ന് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് പോരാതെ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാട് പേരുള്ള ഒരുപാട് ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ എത്ര വണ്ടി കിടപ്പുണ്ട് ടോക്കണേ? ഓൾമോസ്റ്റ് ടോക്കൺ ആകാൻ പോകുന്ന വണ്ടികൾ 3 വണ്ടികൾ നിലവിലുണ്ട്. 3 വണ്ടികൾ. പോരാതെ തന്നെ ഇപ്പം വർഷം എൻഡിങ് ആയതുകൊണ്ട് എല്ലാവരും അടിച്ച് കിടന്ന ഇത്. അതായത് ഈ ഞാൻ കഴിഞ്ഞോട്ട് പറഞ്ഞത് ഈ യാർഡ് ഫുള്ള് വണ്ടിയായിരുന്നു. വണ്ടിയാണ് എല്ലാവർക്കും അറിയില്ല. മാസാവസാനം വർഷാവസാനം എല്ലാം അടിച്ചു തീർന്നിരിക്കും. നമ്മളെ പാവങ്ങൾ അന്നജേതാവായ അതായത് നമ്മളെ വെള്ളിമൂങ്ങ അറിയപ്പെടുന്ന ടാറ്റയുടെ മാജിക് ഐറിസ് എന്ന് പറയുന്ന മോഡലാണ്. മാജിക് ഐറിസ്. അതായത് ഇപ്പം നിലവിൽ കമ്പനി വണ്ടി നിർത്തിയെങ്കിലും പക്ഷേ ഡിമാൻഡുണ്ട്. അല്ല, അത് മാത്രമല്ല പുതിയ മോഡൽ ടാറ്റ ചെയ്തിട്ടുണ്ട്. പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആള് തിരിച്ചെത്താൻ പോവുകയാണ്. ഇനി അധികം താമസമില്ലാതെ. ഇത് അപ്പോൾ വണ്ടി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? 2017 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി, ലൈഫ് ടാക്സ് ഉള്ള ടാക്സി പെർമിറ്റ് ആണ്. പിന്നെ അത് പാർക്കാ സെയിലാണ് വണ്ടി. പാർട്ടി ആസ്ക് ചെയ്യുന്ന പ്രൈസ് 2,25,000 രൂപയാണ്. 2,25,000. അതായത് അതിനകത്ത് നമുക്ക് 1.5 ലോണും ചെയ്യാൻ പറ്റും. ലോണും ചെയ്യാൻ പറ്റും. അതെ, 2,25,000. അതായത് 4 ടയറും അതിനകത്ത് ബാക്കിൽ 2 ടയർ റീസോളിപ്പ് ഫ്രണ്ട് ആവറേജ് ടയർ. വേറെ മേജറായിട്ടുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. 2017 വന്ന ഗ്ലാസ് തന്നെ കിടക്കും. വേറെ പൊട്ടലോ വണ്ടി വന്ന് കഴുകി കുട്ടപ്പനാക്കി എടുത്തു കഴിഞ്ഞാൽ 98,000. വണ്ടിയുടെ അകം നീറ്റായിട്ട് കിടക്കും. നല്ല നീറ്റായിട്ട് കിടക്കണ്ട. തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഇത് തുരുമ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. നല്ല വൃത്തിയാക്കി കൊണ്ടുവരണം. ആരും കൊണ്ടുവരണം. വണ്ടി ഫീൽഡോട്ടുള്ള തുടക്കം എവിടെന്നാണ്? അതിന് മാനേജർ ഡീലർ ഇൻഡസ് മോട്ടോഴ്സിലായിരുന്നു. ഒരു 10 കൊല്ലത്തോളം അടുപ്പിച്ചുണ്ടായിരുന്നു ഇൻഡസ് മോട്ടോഴ്സ്. ഇവിടെ അഞ്ചൽ ബ്രാഞ്ച്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് പിന്നെ ഷോപ്പ് തുടങ്ങുന്നത്. നിന്ന് ജോലി റിസൈൻ ചെയ്ത് അതെ ഷോപ്പിലോട്ട്. അപ്പോഴത്തേനും നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ തട്ടിയ വണ്ടി? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കും. വണ്ടിയുടെ മെയിനായിട്ടുള്ള ഹിസ്റ്ററി എടുക്കും. പിന്നെ നമ്മളൊരു വിശ്വാസമാണ് കസ്റ്റമേഴ്സിനല്ല. കാരണം നമ്മൾ എത്ര വർഷത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പം ഒരു 10-700 വണ്ടിയോളം ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പം ആ കസ്റ്റമറിൻ്റെ ഫുൾ സപ്പോർട്ട് ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ വന്നതിന് ശേഷം ആയാലും 10-200-250 വണ്ടിയോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് വിശ്വാസമാണ് നമ്മളെല്ലാവർക്കും. അപ്പം ആ രീതിയിൽ നമ്മൾ ആ ഒരു വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നിങ്ങനെ. എല്ലാവർക്കും അറിയാം നമ്മളെ ഷോപ്പ് അറിയാം. ഞാനും ഇപ്പോൾ എൻ്റെ പരിചയം തന്നെ 1-2 വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് കിടന്ന 1-2 വണ്ടിയായാലും കിഴക്കൻ ഭാഗത്ത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ട് രാവിലെ എൻക്വയറി ഉണ്ടായിരുന്നു. ഇനിയിപ്പം വൈകിട്ടൊക്കെ വെയിലൊക്കെ താന്നിട്ടൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങും. അതാണ് കാരണം
നമ്മളൊരു ചെറിയൊരു ഷോപ്പായിട്ട് പോലും നമുക്കൊരു ദിവസം ഒരു 3 വണ്ടി 4 വണ്ടിയൊക്കെ പോകാന്ന് പറഞ്ഞാൽ അതെ വലിയ കാര്യമാണ്. അതെ നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസത്തിലാണല്ലോ നമ്മളെല്ലാം. പിന്നെ നമ്മൾ വണ്ടി എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി കൊടുക്കുന്നത്. എല്ലാ വണ്ടിയും റീഫർബ് ചെയ്തിട്ടാണ് നമ്മൾ സെയിലിടാറ്. എന്തെങ്കിലും പെയിൻറ്റിങ് വർക്ക് ഉണ്ടോ എല്ലാം നോക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ച് ക്ലിയറാക്കി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ മെയിൻ മാൻഡേറ്ററി ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. അത് സ്ട്രിക്റ്റായിട്ട് നമ്മളങ്ങനെ മാറിയേ കൊടുക്കും. പുതിയ നിയമം പുതിയൊരു ഓതറൈസേഷൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. അത് മാർച്ച് തൊട്ട് ആപ്ലിക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല എൻ്റെ കാര്യങ്ങൾ. മാർച്ച് തൊട്ടേ നമുക്കപ്പം അറിയാൻ പറ്റും എന്താണ്. അതെ അതായത് നമുക്ക് ഒരു താൽക്കാലിക രജിസ്ട്രേഷനോട് കൂടിയേ വണ്ടി ഇനി വിൽക്കാൻ പറ്റും എന്നുള്ളൊരു നിയമമാണ് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വ്യക്തമായിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിനെ മാത്രമല്ല നമ്മളെ ഈ ഷോപ്പിനൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. ഐ ഡി MS മോട്ടോഴ്സ് ഡ്രൈവ് എന്നാണ്. അതിനകത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളിതുവരെ വിറ്റ എല്ലാ വണ്ടിയും അതായത് ഇവിടെ വരുന്ന വണ്ടിയെല്ലാം അപ്പം വണ്ടിയെല്ലാം ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. വിൽക്കുന്ന വണ്ടിയുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം, ഡെലിവറി വണ്ടി എല്ലാം. അപ്പം ഇവിടെ നിലവിൽ പാർക്കാ സെയിലും ഉണ്ട്, അല്ലാത്ത വണ്ടിയുണ്ട്. കൂടുതലും നമ്മളല്ലാതെ നമ്മളെ ഷോപ്പിൻ്റെ വണ്ടികളാണ് കൂടുതലും. അപ്പോൾ നമ്മളെ ഒരു വണ്ടി എടുക്കാൻ വരുമ്പം നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കുന്നില്ലേ? അതാണ് ഏറ്റവും ബെറ്റർ കാര്യം. നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തേ ഇടുന്നത്. എന്നാലും വണ്ടി എടുക്കാൻ വരുമ്പോൾ ഒരു മെക്കാനിക്കിനെ കൂട്ടി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മൾ കസ്റ്റമറിന് ബോധ്യപ്പെട്ട് തന്നെ വണ്ടി എടുത്തിട്ട് പോകാം. അതെ നമ്മൾ പറയുന്നേക്കാൾ ഒരു അറിയാവുന്ന ഒരു വിശ്വാസം അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ കാര്യം. കാരണം നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് ഇപ്പം ഷോറൂമിൽ നിന്ന് എടുക്കുന്ന വണ്ടി പോലും പലതും കാണുന്നുണ്ട്. അതെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളത് അറ്റൻഡ് ചെയ്ത് ഒന്നുകിൽ ഷോറൂമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പായിട്ട് നമ്മൾ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ല നമ്മൾ വണ്ടി കൊടുത്തിട്ട് ഉടനെ നമ്മൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറാറില്ല. അതെല്ലാം കസ്റ്റമറിനും അറിയാം. ഓൾമോസ്റ്റ് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊരു വണ്ടി നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ കൂടുതലായി നമുക്കൊരു ഇതുണ്ട് ഈ പോയ കസ്റ്റമറിൽ നിന്ന് ഇനി ഒരു 4 നമുക്ക് കൂടുതലും കേസുകളിൽ റെഫറൻസ് ആണ് വരുന്നത്. ഒരു വണ്ടി ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു എൻക്വയറി ബന്ധപ്പെട്ട നമുക്കൊരു അഫോർഡബിൾ ആകുന്ന വിലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ വണ്ടി കൊടുക്കും. നമ്മൾ ബിസിനസ് മാക്സിമം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മാക്സിമം എല്ലാ വണ്ടി ഇപ്പോൾ പറഞ്ഞേക്കാൾ എല്ലാത്തിനും നെഗോഷ്യബിൾ ആണ്. അതെ നമുക്കെപ്പോഴും അപ്ഡേഷനാണ്, നമ്മളെപ്പോഴും സ്റ്റോക്ക് എപ്പോഴും അപ്ഡേഷനാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന കൂടുതൽ കേസ്. ആ പുതിയ സ്റ്റോക്കുകൾ വരാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ഇറക്കി വിടും. അതെ ശരിയാണ്.